ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു ബീഫ് ഗീ റോസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ റെസിപ്പിയുടെ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റൂമിന് പുറത്തിറങ്ങിയിരുന്ന് സ്റ്റെപ്പിലിരുന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. കാരണം റൂമിൽ ചേച്ചിയുണ്ട്, അത് കാരണം ഞാനൊരു ഇച്ചിരി കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ബീഫ് ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. അതിലേക്ക് 3 സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. വലിയൊരു ബേ ലീഫ് 2ആയിട്ടൊന്ന് പിച്ചി കീറിയിട്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു തക്കോലം, കറുവപ്പട്ട 1 ഇഞ്ചിൻ്റെ ഒരു 2 കഷ്ണം, ഗ്രാമ്പൂ 5 എണ്ണം, ഏലയ്ക്ക 3 എണ്ണം, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. മിക്കവാറും ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെ അത് ബീഫ് കുക്ക് ചെയ്ത് കിട്ടും. പക്ഷേ ചില സമയത്ത് അത് അടിക്ക് പിടിക്കുകയും ചെയ്യും. അത് കാരണം ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വിസിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ബീഫ് കുക്ക് ചെയ്യുന്ന അത്രയും നേരം നല്ല മയമായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒരു പാത്രത്തിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ചൂടാക്കിയെടുക്കണം. കുരുമുളക്, പെരിഞ്ജീരകം, പൊടികൾ എല്ലാം. ഇപ്പം ഞാൻ അല്ലാതെ വേറെ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും 12 അല്ലി വെളുത്തുള്ളിയുമാണ്. അത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും, പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണും, മല്ലിപ്പൊടി 3.5 ലെവൽ ടേബിൾ സ്പൂണും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷമാവരുത് കേട്ടോ. ഇതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാത്രമേ ഫ്ലെയിം ഓൺ ആക്കാവുള്ളേ. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ പെട്ടെന്നങ്ങ് മൂത്ത് പോകും. അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് മാത്രമേ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ. അതും വളരെ ചെറിയ ഫ്ലെയിമിലെ ഈ പൊടികളും മസാലകളും ചൂടാക്കാവുള്ളേ. ചെറുതായിട്ടൊന്ന് നിറം മാറി വരും. ഈ പൊടികളുടെയൊക്കെ ചെറിയൊരു മണം വരുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തുക. എന്നിട്ട് ഒന്നുകിൽ ആ പാത്രത്തിൽ നിന്ന് അപ്പം തന്നെ മാറ്റുക. അല്ല നമ്മൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരിടത്ത് തന്നെ കിടന്ന ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാലേ നമ്മുടെ കറി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ ചൂടാക്കി വെച്ചതെല്ലാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ നല്ലത് വെളിച്ചെണ്ണയെക്കാട്ടിലും ഒന്നിൽ സൺഫ്ലവർ ഓയിൽ അല്ല, ഏറ്റവും നല്ലത് ഗീ തന്നെയാണ്. പക്ഷേ എല്ലാം കൂടെ ഗീ ഉപയോഗിക്കേണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി ചെറിയൊരു ബ്രൗൺ കളറ് ആകാൻ തുടങ്ങുമ്പോഴേക്ക് അതിനകത്തോട്ട് 2 ടൊമാറ്റോ അരിഞ്ഞതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടല്ല തക്കാളി മുറിച്ചിരിക്കുന്നത്, എന്നാൽ ഒരുപാട് വലുപ്പത്തിലുമല്ല, ഒരു മീഡിയം വലുപ്പത്തിലാണ് തക്കാളി മുറിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പൊടി, കുരുമുളകും പെരിഞ്ജീരകവും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കണ്ടല്ലോ നന്നായിട്ടത് പൊടിയായിട്ടുണ്ട്. പിന്നെ ആ മിക്സി ജാറിൻ്റെ അടിയിൽ വല്ല പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് കഴുകി ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കണം. ഈ പൊടികൾ വഴറ്റുമ്പോഴേക്കും തക്കാളിയുടെ ആ ഒരു വെള്ളമയം ഉണ്ടെങ്കിലും ചെറിയ തീയിലിട്ടേ വഴറ്റാവുള്ളൂ. പിന്നെ നമ്മൾ കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ട് വഴറ്റുന്നതിനും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പാച്ചുല കൊണ്ട് തന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഉടച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും വഴറ്റി തീരുന്നതിന് മുമ്പ് ഇങ്ങനെ അരപ്പുകൾ വഴറ്റേണ്ട ഏത് റെസിപ്പിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് നിരപ്പാക്കിയിടും. വീണ്ടും കുറച്ച് നേരം അങ്ങനെ ചെറിയ തീയിൽ കിടക്കും. വീണ്ടും കുറച്ച് നേരം വഴറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ആ കാണുന്ന അരപ്പിൻ്റെ ആ ഒരു കളറേ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോഴേക്ക്.
വളരെ നന്നായിട്ട് ആ ഒരു കളറെല്ലാം മാറി നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കും ഇത്രയും നേരം ഇട്ട് വഴറ്റുമ്പോഴേക്ക്. അപ്പം നമ്മൾ വഴറ്റാനുള്ള ഏത് ഒരു കറിയാണെന്നുണ്ടെങ്കിലും ആ വഴറ്റുന്നതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും കറിക്കും. നിങ്ങൾക്ക് ഈ ആദ്യത്തെ അരപ്പിൽ നിന്നുള്ള ഇപ്പോഴത്തെ അരപ്പിൻ്റെ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത് എത്ര നേരം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടാവുമെന്ന്. ഇപ്പം നമ്മുടെ ബീഫെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എത്ര വിസിൽ വരെ വേവിക്കണം എന്ന് കൃത്യമായിട്ട് പറയാത്തത് കാരണം ഓരോ ബീഫിനും ഓരോ വേവാണ്, ഓരോ പ്രഷർ കുക്കറിൻ്റെ ആ ഒരു രീതിക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇച്ചിരി കൂടുതൽ നേരം, ഇപ്പം നിങ്ങൾക്ക് 5 വിസിൽ വരെ വേവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 4 വിസിലാകുമ്പോൾ നിർത്തുക. അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ഈ ബീഫൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ, ടേസ്റ്റ് മാറില്ല. എന്നാലും ബീഫ് ആ ഒരു പീസായിട്ട് കിട്ടിയാലല്ലേ അതിൻ്റെ ആ ഒരു ഗുണമുള്ളൂ. ആ ബീഫ് കുക്ക് ചെയ്തപ്പോഴത്തെ മുഴുവൻ വെള്ളവും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഒരു ഇച്ചിരി ചാറ് കാണും അപ്പോൾ. പക്ഷേ ഈ ബീഫ് ഗീ റോസ്റ്റ് ഇച്ചിരി ഒന്ന് വെള്ളം വറ്റി നന്നായിട്ടൊന്ന് പെരട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രുചി. നമുക്കറിയാമല്ലോ ഇപ്പം ഭയങ്കര ഫേമസ് അല്ലേ വാഴയ്ക്കാപ്പവും ബീഫ് റോസ്റ്റും. പിന്നെ നമുക്ക് എന്തിനാണേലും നല്ലതാണ് ഈ ബീഫ് റോസ്റ്റ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ഗീ റോസ്റ്റായത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗീയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗീയുടെ അളവ് കുറയ്ക്കാം, പക്ഷേ 2 ടേബിൾ സ്പൂൺ എങ്കിലും ഉള്ളതാണ് നല്ലത്. കാരണം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് സൺഫ്ലവർ ഓയിലല്ലേ. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഏതാണ്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാനുള്ളത് ഒരു 1/2 കപ്പ് അരിഞ്ഞ മല്ലിയില, കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയില. ഇപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലെങ്കിലും ഒരു 1/4 കപ്പെങ്കിലും ഉള്ളതാണ് നല്ലത്. ഇപ്പം ഞാൻ ആ ഗീയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു 2-3 പച്ചമുളക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. കറിയൊക്കെ നമ്മുടെ പാകത്തിന് വറ്റിയൊക്കെ വരുമ്പോൾ ഇത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ താളിച്ചതിലേക്ക് കറി മുഴുവനായിട്ടിട്ട് അങ്ങ് ഇളക്കിയാലും മതി. നമ്മളിങ്ങനെ താളിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ നിറം തീരെ അങ്ങ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ നോക്കണേ. കുറച്ചെങ്കിലും ഒരു പച്ചനിറം ഉള്ളതാണ് നല്ലത്. പിന്നെ ഇപ്പം ഞാനതിലോട്ട് ചേർത്തത് ഒരു 10-12 കൊച്ചുള്ളി കുഞ്ഞായിട്ട് മുറിച്ചതും കൂടി ഇട്ടാണ് താളിച്ചത്. ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം കൂടെ താളിച്ചതും പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഈ മല്ലിയിലയും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ഒഴിവാക്കരുത്. അതും ഫ്രഷായിട്ടുള്ള മല്ലിയിലയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി ഈ മല്ലിയില എല്ലാം കൂടെ ചേർത്ത് കുറച്ച് നേരം ചെറിയ തീയിൽ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ മണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഇതുണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് പിറ്റേ ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചാറ് വേണം, തീരെ വറ്റിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ച് പിന്നെ ചൂടാക്കാൻ നിൽക്കല്ലേ. എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലുമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും. കാരണം അധികം നാളായില്ലല്ലോ ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട്. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വെജും നോൺ വെജ് റെസിപ്പികളും നല്ല നല്ല ഡിസേർട്ട്സിൻ്റെയും ഒക്കെ ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഗീ റോസ്റ്റിൻ്റെ മേലേക്ക് നമ്മൾ താളിച്ചതെല്ലാം ഒഴിച്ച് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്